ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന ബെങ്കറ്റ് പ്രയർ 197 ദിനം. ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ മക്കളുടെ പേര് പറഞ്ഞ് ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. മക്കളുടെ ജീവിതത്തിലെ കൃപകൾ നിറയുവാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ മക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും വരുന്ന പരീക്ഷകളാകട്ടെ, ജോലി, വിവാഹം, അങ്ങനെ എല്ലാ കാര്യങ്ങളെയും മക്കൾക്ക് അനുഗ്രഹമായി തീരുവാനും ദൈവകൃപയിൽ ഉറച്ചു നിൽക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 33-ാം വചനം, പ്രബോധനം കേട്ട് വിവേകികളായി തീരുവിൻ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വിവേകത്തോടെയുള്ള ജീവിതം, മാതാപിതാക്കളുടെയോ ഗുരുഭൂതരുടെയോ അധികാരികളുടെ അങ്ങനെയുള്ള പ്രബോധനങ്ങൾ, ഉപദേശങ്ങളൊക്കെ കേട്ട് വിവേകത്തോടുകൂടി എടുത്തിയാട്ട സ്വഭാവം മാറ്റി ആത്മനിയന്ത്രണത്തോടെ നാവിന് നിയന്ത്രണം വരുവാൻ വേണ്ടി ഈ നാളുകളിൽ വളരെയധികം എടുത്തിയാട്ടത്തിലൂടെ ജീവിതം നശിപ്പിക്കപ്പെടുന്ന യുവജനങ്ങളുണ്ട്, മക്കളുണ്ട്. ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ കൗമാര കാലഘട്ടത്തിൽ നടക്കുമ്പോൾ തന്നെ മാതാപിതാക്കളോടും കുടുംബത്തിനും എല്ലാം അസ്വസ്ഥപ്പെട്ടുകൊണ്ട് ഒരു നിഷേധത്തിൻ്റെ പ്രായത്തിലേക്ക് വരികയും നിഷേധ സ്വഭാവം രൂപപ്പെടുകയും അങ്ങനെ ജീവിതം പ്രതിസന്ധിയിലേക്ക് പോകുന്നു. പഠനമേഖല പരാജയം വരുന്നു, ബന്ധങ്ങൾ വിട്ടുപോകുന്നു, മക്കളുടെ തന്നെ ജീവിതം പലപ്പോഴും ഡിപ്രഷനിലേക്ക് വിട്ടുപോകുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു അവസ്ഥ മാറുവാൻ, ഈ ഒരു സംഘർഷാവസ്ഥ മാറുവാൻ, വിവേകം നിറയുവാൻ, പ്രബോധനങ്ങളെ കേട്ട് വിവേകികളായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നല്ല സദ്ഗ്രന്ഥങ്ങൾ വായിക്കുവാൻ, വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധന്മാരുടെ ജീവിതങ്ങൾ, അങ്ങനെ നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ച് കൃപയാർന്ന അനുഭവം, ജ്ഞാനം നിറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രബോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല മാതൃകാപരമായ ജീവിതം നയിക്കുവാൻ നമ്മുടെ മക്കൾക്ക് ഇടയാകട്ടെ. ആമേൻ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോ, ഞങ്ങളുടെ മക്കൾ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അധ്യാപകരുടെയും പ്രബോധനവും കേട്ടും സദ്ഗ്രന്ഥങ്ങൾ വായിച്ചും പ്രത്യേകിച്ച് വചനം വഴിയായും വിവേകികളായി തീരട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എടുത്തുചാട്ട മനോഭാവം മാറ്റി ആത്മനിയന്ത്രണത്തിൻ്റെ അരൂപിയിൽ ഞങ്ങളുടെ മക്കൾ ജീവിക്കട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.